കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അൻസിബ ഹസനും നടൻ ടിനി ടോമും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. AMMA എന്ന ഇവരുടെ മലയാള സിനിമ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു വാർത്തയും അതുപോലെ ഇവരുടെ പ്രശ്നങ്ങളുമെല്ലാം നിലകൊള്ളുന്നത്. ഇപ്പോൾ അതിരാവിലെ ഇവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അൻസിബ ഹസൻ കരഞ്ഞുകൊണ്ട് അയച്ച ഒരു വോയിസ് ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി വന്ന അൻസിബയ്ക്കെതിരെ പലരും എത്തുകയും പലരും ടിനി ടോമിനോടൊപ്പം ചേർന്ന് അൻസിബയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നതിൻ്റെ സങ്കടവും അത് കാരണം കരഞ്ഞുകൊണ്ടുമാണ് അൻസിബ ഇപ്പോൾ ഇത്തരമൊരു ഓഡിയോ സന്ദേശം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നത്. അതിരാവിലെ തന്നെയാണ് വിഷമം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇത്തരമൊരു ശബ്ദ സന്ദേശം അയക്കാൻ നിർബന്ധിതയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ അയച്ചത്. കരഞ്ഞ് തളർന്നിരിക്കുന്ന ശബ്ദത്തോടെയാണ് അൻസിബയുടെ ഈ വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതും. ഞാൻ അൻസിബയാണ്. ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് പെടേണ്ടി വന്നതാണ് കേട്ടോ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ജോയിന്റ് സെക്രട്ടറി ആയ എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങി ഇതെല്ലാം വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നത്. അത് പുറത്തിറങ്ങി ഞാൻ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയുമ്പോഴും അത് മറ്റൊരാൾ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വെറും ഒരു പരദൂഷണമായിട്ട് പറയാൻ നമ്മുടെ സംഘടനയിലുള്ള ചിലർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരു പരദൂഷണമായിട്ട് പറയാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു സംസാരിക്കുകയാണ്. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവണം, അവിടെ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് നീതി ലഭിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാടുന്നത്. അപ്പോൾ വെറും മോശമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എപ്പോഴും പുരുഷന്മാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ സംഘടനയിലുള്ളവർ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യം മാത്രമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. ആ സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ഇപ്പൊ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ എനിക്കെതിരെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശം പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി ടിനി ടോം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നീനാക്കുറുപ്പ് ചേച്ചി വന്ന് എന്നോട് പറയുകയും മറ്റ് ചില അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ടിനി ടോം ചേട്ടൻ എന്നെ പറ്റി ഇത്തരം അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടു എന്ന് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരാൾ സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ അത് ഏറ്റെടുക്കും. കോടതിയിൽ അത് വിശ്വസനീയമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അവിശ്വസിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഘടനയിലുള്ള ചില സ്ത്രീകൾ തന്നെ പുറത്തോട്ടേക്ക് വരുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. രാവിലെ തന്നെ ഞാനിത് ഈ നമ്മുടെ എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തോരം മാനസിക വേദന ഉണ്ടായിട്ടായിരിക്കുന്നു. അപ്പോൾ പരാതി പറയുന്ന സ്ത്രീയെ മോശക്കാരിയാക്കുന്നത് എന്ത് പ്രവണതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം ചേട്ടൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഘോരഘോരം വാദിക്കുന്ന സ്ത്രീകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീനാക്കുറുപ്പ് ചേച്ചി അയച്ച പരാതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പരാതി നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ടിനി ടോം ചേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര സങ്കടമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ മാനസികമായി ഇത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് അൻസിബ ഇതിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അൻസിബയോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിലും സംഘടനയ്ക്കുള്ളിൽ തന്നെ ടിനി ടോമുമായിട്ടുള്ള സൗഹൃദം കാരണം പലരും ഇത്തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അമ്മ സംഘടനയിലെ തർക്കങ്ങൾക്കും രാജ്യപ്രഖ്യാപനത്തിനും പിന്നാലെ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് വെളിപ്പെടുത്തി അൻസിബ എത്തി. ഒരു ചെറിയ കാര്യം വളച്ചൊടിച്ച് തനിക്കെതിരെ വ്യാജ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി 3 മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷനിൽ താൻ അക്ഷരാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെട്ടതെന്നും താരം വെളിപ്പെടുത്തുകയും ചെയ്തു. വളരെയധികം വിഷമത്തോടെയാണ് താൻ ഈ ഓഡിയോ ഇവിടെ അയക്കുന്നതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പലരും സ്ത്രീകളടക്കം ടിനി ടോമിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് അൻസിബയെ കുറ്റപ്പെടുത്തുകയും പരദൂഷണം പറഞ്ഞുവെന്നും അൻസിബ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.